നമസ്തേ. നമ്മുടെ ഡേ 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സെഷനിലേക്ക് വരാം. കണ്ണുകൾ അടച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട് നിവർന്നിരിക്കാം. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. തല ഉയർത്തിപ്പിടിക്കാം. ശരീരം മുഴുവനായിട്ട് ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ എല്ലാ മസിലുകളും ശരീരത്തിൻ്റെ ഭാഗങ്ങളും ശ്രദ്ധിക്കാം. മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കുറച്ച് തവണ ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് വളരെ സാവധാനം സന്തോഷത്തോടെ പുറത്തേക്ക് വിടാം. വീണ്ടും വീണ്ടും ആ ഒരു രീതി ആവർത്തിച്ചുകൊണ്ടിരിക്കാം. മനസ്സും ശരീരവും ഒരു വിശ്രമാവസ്ഥയിൽ, ഒരു സുഖമുള്ള രീതിയിലേക്ക് എത്തട്ടെ. റിലാക്സ്. പതുക്കെ നമ്മുടെ കൈകളൊന്ന് ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് ചേർത്ത് വെക്കാം. എന്നിട്ട് വളരെ സന്തോഷത്തോടെ കണ്ണ് തുറക്കാം. നമസ്തേ. നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചെറിയൊരു ലൂസനിങ് ചെയ്യാം. നമ്മുടെ ഓരോ ദിവസത്തെ സെഷന് മുമ്പായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു ചെറിയ വാമപ്പൊക്കെ നന്നായിട്ടൊരു കാർഡിയോ രീതിയിലൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് വാമപ്പ് നന്നായിട്ട് ചെയ്തിട്ട് അതിനുശേഷം വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് വരുന്നത് നല്ലതാണ്. ശരിക്കും ഒരു വാമപ്പിന് ശേഷം, പ്രത്യേകിച്ച് രാവിലത്തെ ഒരു സമയത്തൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നിവർന്നിരുന്നിട്ട് നമ്മുടെ നെക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ബാക്കിലേക്കും അതേപോലെ മുന്നിലേക്കും 1 2 ഓരോ മൂവ്മെന്റ് കൂടെയും വ്യക്തമായിട്ട് ബ്രീത്ത് ചെയ്യുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. കണ്ടിന്യൂ. നിവർത്തി കൊണ്ടുവരാം. എന്നിട്ട് രണ്ട് വശങ്ങളിലേക്ക് 1, അതായത് വലതുവശത്തേക്ക് തിരിക്കുന്നു, ഇൻഹേൽ, ലെഫ്റ്റിലേക്ക് ചെയ്യുന്നു, എക്സേൽ. 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ചെയ്യാം. നമ്മുടെ ഹെഡ് ഒരു സൈഡിലേക്ക് ഒന്ന് ചരിച്ചൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. വല്ലാതെ ബലം കൊടുക്കണ്ട, കംഫർട്ടായിട്ട് അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യൂ. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഇനി നമ്മുടെ കൈകൾ കാൽമുട്ടിൽ വെച്ചിട്ട് നമ്മുടെ ഷോൾഡർ ജോയിന്റ് ഒന്ന് മൂവ് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. തിരിച്ച് അതേപോലെ അത് റിവേഴ്സ്, ആ ഒരു ജോയിന്റ് ശരിക്കും മൂവ് ചെയ്യട്ടെ. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. അതേപോലെ നമ്മുടെ വലത് കൈ ഇടത് കാൽമുട്ടിന് മേലെ വെക്കാം. വലത് കൈ നേരെ, മറ്റേ കൈ നേരെ ബാക്കിലേക്ക് വെച്ചിട്ട് ശരിക്കും ശരീരം ഒന്ന് തിരിയട്ടെ. തിരിഞ്ഞൊന്ന് ബാക്കിലേക്ക് നോക്കുക. നമ്മുടെ അപ്പർ ബോഡി സ്പൈൻ തിരിയട്ടെ. ബാക്കിലേക്ക് നോക്കിക്കൊണ്ട് ദീർഘശ്വാസത്തിൽ ഹോൾഡ് ചെയ്യേ. പതുക്കെ നിവർന്നു വരാം. ഓപ്പോസിറ്റ് ഒരു ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട്
ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോട്ടെ. പതുക്കെ നിവർന്ന് വരാം, റിലാക്സ് ചെയ്യാം. ഇനി അതേപോലെ നമ്മുടെ ഒരു കൈ നിലത്ത് വെക്കുക. നല്ലോണം ഒരു ബ്രീത്ത് എടുത്തുകൊണ്ട് മറ്റേ കൈ നേരെ മുകളിലേക്ക് ഉയർത്താം. നേരെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കൂ. ടൈറ്റ് പിടിച്ചു. ശരിക്കും എക്സേൽ ചെയ്തുകൊണ്ട് പതുക്കെ സൈഡിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യാം. വളഞ്ഞു വരട്ടെ. അപ്പോഴും നമ്മുടെ ചെസ്റ്റ് ഫേസ് ഒക്കെ മുന്നിലേക്കാണ്. നിവർത്തി പിടിച്ചുകൊണ്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്ത് കുറച്ച് സമയം അവിടെ എങ്ങനെ ഹോൾഡ് ചെയ്യാം. ഇൻഹേൽ, പതുക്കെ നിവർത്തി കൊണ്ടുവന്നു. എക്സേൽ, കൈ താഴെ വെക്കാം. അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ബ്രീത്ത് ഇൻ, നേരെ മുകളിലേക്ക് ഉയർത്തി ടൈറ്റ്. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പോരട്ടെ, സൈഡിലേക്ക് ബെൻഡ് ചെയ്തു. വീണ്ടും ബ്രീത്ത് ഇൻ, നിവർന്ന് വരാം. എക്സേൽ, റിലീസ് ചെയ്തു. റിലാക്സ്. നമ്മുടെ കൈകൾ, രണ്ട് കൈകളും നീട്ടി പിടിക്കുക. ശരിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു. എന്നിട്ട് കൈകൾ ശരിക്കും ഒന്ന് പിരിച്ചു കൊടുക്കുക നന്നായിട്ട്. 1 2, കൈകൾ തിരിയട്ടെ മാക്സിമം. 3 4 5 6 7. രണ്ട് വശങ്ങളിലേക്കും നന്നായിട്ട് തിരിച്ചു കൊടുത്തു. എന്നിട്ട് കൈ ഒന്ന് മടക്കി നിർത്തുക. 1 2. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഓരോന്നിൻ്റെയും കൂടെ വ്യക്തമായിട്ട് നന്നായിട്ട് ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കൈ നേരെ നിലത്ത് വെച്ചു, താഴെ വെച്ചു, റിലാക്സ്. എന്നിട്ട് നേരെ കൈ മുൻപിലേക്ക് നീട്ടിപ്പിടിക്കുക. നമ്മുടെ ഈ കൈപ്പത്തി ശരിക്കും സ്ട്രെച്ച് ചെയ്ത് കൊടുത്തേ. 1 2 1 2. ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്. അതേപോലെ പുറത്തേക്ക് 1 2 1 2 1 2 1 2 1 2. തിരിച്ച് ചെയ്തേ, അകത്തേക്ക് 1 2 3 4 5 6 7 8. കുറച്ച് തവണ ചെയ്താൽ മതി. ഇനി വിരലുകൾ ശരിക്കും വിടർത്തി പിടിച്ച് നല്ലോണം എക്സേൽ ചെയ്തുകൊണ്ട് കൈ ചുരുട്ടുക. 1 അഗെയിൻ 2 3 4 5 6 7 8 9 10. കുറച്ച് ഫാസ്റ്റാക്കിയ. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. കൈ താഴെ വെക്കാം. നമ്മളൊന്ന് കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ കൈകൾ രണ്ടും ഒന്ന് ശ്രദ്ധിച്ച്, കൈകളിൽ അനുഭവപ്പെടുന്ന തരിപ്പ്, വിരലുകളിലേക്കുള്ള ആ ഒരു എനർജിയുടെ ഒഴുക്ക്, റിലാക്സ്. കണ്ണ് തുറക്കാം. നമ്മുടെ എല്ലാ ബോഡി പാർട്ടും ഒരു സ്റ്റാർട്ടിങ് എന്നോണം. ഇതിനെ വെറും ഒരു വാമപ്പായിട്ട് കാണരുത്. വാമപ്പ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അത് ആദ്യമേ ചെയ്തു വെക്കുക. ലൂസനിങ് എല്ലാ ജോയിൻറ്റുകളും നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇത്രയും ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഇതും ആഡ് ചെയ്യും. കാരണം നമ്മൾ എല്ലാ മസിൽസിനെയും ജോയിൻറ്റിനെയും ഒക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാനും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പറ്റുന്നൊരവസ്ഥയാണ്. ഈ ഒരു ജഡത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഇല്ലേ, ശരീരത്തിൻ്റെ ഒരു അലസത, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും എനർജി ഫ്ലോ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, പല രീതിയിലുള്ള അസുഖങ്ങൾ അപ്പോൾ നമുക്ക് വരാറുണ്ട്. ഈ വാദത്തിൻ്റെ പോലെ പ്രശ്നങ്ങൾ, ചില ഭാഗത്ത് നമുക്കിങ്ങനെ ഒരു മരവിപ്പ്, തരിപ്പ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റെഗുലറായിട്ട് ലൈഫ് ടൈം ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ലൂസനിങ് പ്രോപ്പർ ബ്രീത്തോട് കൂടി. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഈ സെഷൻ കഴിയുന്നവരെയും ഈ ഒരു കാര്യങ്ങൾ ഇതിലുണ്ടാവും കേട്ടോ. ഫസ്റ്റ് ടൈമായിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, മുൻപിലേക്ക്
ഒന്ന് ബെൻഡ് ചെയ്ത് ശരിക്കും എക്സൈൽ ചെയ്തു. ഡിസ്കിനൊക്കെ ബൾജിങ് ഉള്ളവർ ഈ മുന്നിലേക്ക് കുനിഞ്ഞിട്ട് ചെയ്യുന്ന രീതികളില്ലേ, അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. ഇവിടുന്ന് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാണ്. ശരിക്കും ബ്രീത്ത് എടുത്തുകൊണ്ട് വലതുവശത്തൂടെ നമ്മൾ കറങ്ങി വരട്ടെ. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലൂടെ കംപ്ലീറ്റ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. പതുക്കെ ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. തിരിച്ച് അത് അതേപോലെ റിവേഴ്സ് ചെയ്യും. ഇവിടുന്ന് മുൻപിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out, breathe in, breathe out. Okay, relax. നിവർന്നിരിക്കാം. ഇനി നമ്മുടെ കാലുകളൊന്ന് നീട്ടി വെക്കാം. മുന്നിലേക്ക് നീട്ടി നിവർത്തി വെച്ചു. എന്നിട്ട് നമ്മുടെ കാൽപാദം ശരിക്കും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തേ. 1, മുൻപിലേക്ക് നല്ലോണം ടൈറ്റ് ചെയ്തു ശരിക്ക്. എക്സേൽ, ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. നന്നായിട്ട് 1 2 1 2 1 2 1 2 1 2 1 2. അതേപോലെ പുറത്തേക്ക് ചെയ്യുന്നു. നേരെ ഉള്ളിലേക്ക് 1 2 3 4 5. ഓക്കെ, റിലാക്സ്. കാലൊന്ന് ഫ്രീ ആക്കി കൊടുത്തു. ഇനി നമ്മൾ കാല് ജസ്റ്റ് മടക്കി നിവർത്തിയേ. 1 2. മടക്കി മടക്കി നിവർത്തിക്കോ. 1 2. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തു പോകുന്നത് കേട്ടോ. ലൂസനിങ് ആണെങ്കിലും അത് 100% തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക ഓരോ കാര്യങ്ങളും. 2 1 2 1 2 1 2 1 2. ഓക്കെ, റിലാക്സ്. എന്നിട്ട് നമ്മുടെ രണ്ട് കൈകളിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് കാല് രണ്ട് ശരിക്കും വയറിലേക്ക് മടക്കി കൊണ്ടുവരാം, അബ്ഡമനിലേക്ക്. ഇതിന് മുൻപിലേക്ക് നിവർത്തുക. അപ്പോൾ ഇങ്ങനെ മുൻപിലേക്ക് എല്ലാവർക്കും നിവർത്താൻ പറ്റുന്നില്ല. അബ്ഡമന് കുറച്ച് സ്ട്രെങ്ത് കുറവാണെങ്കിൽ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കാല് മടക്കി നീട്ടുന്ന സമയത്ത് പതുക്കെ നിലത്ത് വെക്കുക. 1, അവിടെ നിർത്തു. 2, എക്സേൽ. കണ്ടിന്യൂ ചെയ്തേ. 3 4 5 6 7 8 9. ലാസ്റ്റ് 1 10. ഓക്കെ, റിലാക്സ്. നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ ചിലപ്പം അല്ലേ ഓരോ ബുദ്ധിമുട്ടുകളും വലിച്ചിൽ വേദന പോലെയൊക്കെ തോന്നും. അപ്പോൾ ബോഡിയിൽ സ്ട്രെങ്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു കപ്പാസിറ്റി കൂടുമ്പോൾ നമുക്ക് ഇതൊക്കെ പതുക്കെ പതുക്കെ മാറും. ശരിക്കും കാല് രണ്ടും ഒന്ന് അകത്തി വെക്കുക. ലോവർ ബോഡിയാണ് ഏറ്റവും തടസ്സം എല്ലാ കാര്യത്തിനും. നമ്മുടെ കൂടുതൽ ആളുകളുടെയും കാലുകൾ എപ്പോഴും ടൈറ്റ് ആയിരിക്കും, അത്ര പെട്ടെന്ന് വഴങ്ങി കിട്ടില്ല. അപ്പോൾ ഈവൻ ഒരു ബാക്ക് പെയിൻ ഉള്ളൊരു വ്യക്തിക്ക് കാലും ടൈറ്റ് ആകുമ്പോൾ അയാൾ എങ്ങനെ മൂവ് ചെയ്താലും ആ കാലിൽ അനുഭവപ്പെടുന്ന പ്രഷർ, കാരണം കാല് ടൈറ്റ് ആണല്ലോ, ബാക്കിലേക്ക് കൂടി വരും ഒന്ന് കുനിയുമ്പോൾ പോലും. അതേസമയം കാലുകളും അരക്കെട്ടൊക്കെ ഒന്ന് ഫ്രീ ആയാൽ നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി ഈസി ആവും, ചെയ്യുന്ന കാര്യങ്ങൾ ബാധിക്കില്ല. കാല് മാക്സിമം അകത്തി വെച്ചോ. ഇങ്ങനെ അടുത്തേക്ക് രണ്ട് കാലും ഒരു സൈഡിലേക്ക് ചെരിച്ചു കൊടുത്തേ. 1, അരക്കെട്ടൊന്ന് നിവരട്ടെ. അതായത് രണ്ട് നീയും നിലത്ത് വെക്കാം. ഓപ്പോസിറ്റ് ചെയ്തേ. 2 അഗെയിൻ 3 4 5 6 7 8 9
10, 1, 2, 3, 4, 5, 6, 7. ശരിക്ക് താഴേക്ക് താഴ്ന്നു വരട്ടെ. 8, 9, ലാസ്റ്റ് വൺ 10. ഓക്കെ, റിലാക്സ് ചെയ്യാം. നമ്മൾ കാല് ചേർത്ത് വെച്ചിട്ട് നമ്മൾക്കൊന്ന് ജസ്റ്റ് ബട്ടർഫ്ലൈ ചെയ്യാം. ഈ ബദ്ധകോണാസനമൊക്കെ ചെയ്യുന്നത് രീതികൾ നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പം നിലവിൽ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ശരീരം വല്ലാതെ വഴങ്ങുന്നുണ്ടോ, അല്ലേ, പെർഫെക്ഷൻ ഉണ്ടോ നോക്കരുത്. കാരണം നമുക്ക് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പം അത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് ചിന്തിക്കുക. എന്നിട്ട് ആ ചെയ്യുന്ന കാര്യം ആസ്വദിക്കുക എന്നുള്ള രീതിയാണ്. ഇപ്പം നമ്മൾ കണ്ടമാനം ശരീരം വളച്ചൊടിച്ചു ആ രീതി പെർഫെക്റ്റ് ആക്കുമ്പോൾ മനസ്സടുത്തൊരു റീസൺ കൊണ്ടുവരും. അപ്പോൾ ഈ ഫീലിനാണ് പ്രാധാന്യം എപ്പോഴും. യോഗയിലൂടെ ഡെവലപ്പ് ആവുന്നത് എപ്പോഴും എക്സ്പീരിയൻസിലൂടെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഏറ്റവും കുറവാണെങ്കിൽ പോലും അത് വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു സന്തോഷം കിട്ടും. ആസ്വദിക്കുമ്പോൾ എന്താണ്, പ്രസൻറ്റ് മൂമെൻറ്റിൽ നിൽക്കും, തൃപ്തി കിട്ടും. അപ്പോൾ നമ്മളൊരു സെഷൻ കഴിയുമ്പോൾ നമുക്കുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് തന്നെയായിരിക്കും. അതേസമയം നമ്മൾ ഈ പരാതി വെച്ചിട്ട് ഇത്രയേ പറ്റുന്നുള്ളൂ, വഴങ്ങുന്നില്ല, പ്രശ്നമാണ്, വേദനയാണ്, സ്വാഭാവികമായിട്ടും ആ സെഷൻ കഴിയുമ്പോൾ നമുക്ക് ആ ഡെസ്പായിരിക്കും. നമ്മൾ ഒരു കാര്യമില്ലാതെ നമ്മുടെ 1 hour പോകും. അപ്പോൾ ഉള്ള രീതിയിൽ എൻജോയ് ചെയ്യാം, അതാണ് ഏറ്റവും വലിയ കാര്യം. മൂവ് ചെയ്തുകൊണ്ടേ ഇരുന്നോ, കണ്ണടച്ച് വെച്ചിട്ട് ഏകദേശം കുറച്ച് സമയം ഒന്ന് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും, നോൺ സ്റ്റോപ്പ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് ഈ ലേഡീസൊക്കെ ആണെങ്കിൽ PCOSൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഇങ്ങനെയുള്ള ഹിപ്പ് ഓപ്പൺ ആവുന്ന രീതികളൊക്കെ യൂസ്ഫുള്ളാണ്. അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാൻ സഹായിക്കും അത്. ഓക്കെ, പതുക്കെ കാലൊന്ന് നീട്ടി നിവർത്തി വെക്കുക, റിലാക്സ്, മസിൽസൊക്കെ ഒന്ന് ഫ്രീ ആക്കുക. അതേപോലെ കുറച്ചുകൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, നിങ്ങളുടെ ഇരിപ്പൊന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നീ പെയിനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇനി ചെയ്യുന്ന കാര്യം ചെയ്യരുത് കേട്ടോ. ഒരു കാലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കയറ്റി വെക്കുക, പറ്റുന്ന പോലെ. ഇപ്പോൾ മുട്ടുവേദന തേയ്മാനമുള്ള ആളുകളെ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ളവർക്കാണത് പറ്റില്ല എന്ന് പറഞ്ഞത്. വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്വന്തം രീതിയും ലിമിറ്റും നോക്കി മാത്രം. എന്നിട്ട് പതുക്കെ കൈയുടെ പവർ കൊണ്ടൊന്ന് ഫ്ലോറിലേക്ക് ഒന്ന് അമർത്തി കൊടുത്തു നോക്കിയേ, കൈ കൊണ്ട് ലോക്ക് ചെയ്തു. എന്നിട്ട് 1, അഗെയിൻ 2, 3, 4, 5, കാലിനെ വെറുതെ പ്രസ് ചെയ്യുക, 6, 7, 8, 9, ലാസ്റ്റ് 1, 10. ഓക്കെ, ആ കാല് നീട്ടി വെച്ച്, നീട്ടി നിവർത്തി വെച്ചു. ഉടനെ അടുത്ത കാലെടുക്കുക, ശരിക്ക് കയറ്റി വെക്കുക പറ്റുന്നത്രയും. എന്നിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, റിലാക്സ്. കാല് നീട്ടി നിവർത്തി വെച്ചു. ജസ്റ്റ് കയ്യിലേക്കൊന്ന് ചാരി ഇരുന്നുകൊണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം. നിങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ മാറ്റിലൊന്ന് ഒതുങ്ങാൻ നോക്കുക കേട്ടോ. ഞാൻ കാണുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രോസ് ചെയ്തത്. എപ്പോഴും എല്ലാം മാറ്റിലോ ഈ സ്ക്വയറിൽ ഒതുങ്ങട്ടെ എല്ലാ കാര്യങ്ങളും. ഒന്ന് തല ബാക്കിലേക്ക് വെച്ച് റെസ്റ്റ് ചെയ്യുക, റിലാക്സ്. ഓക്കെ, ഇനി നമ്മൾ കൈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ശരിക്ക് ടൈറ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നത് ശരിക്ക് ടൈറ്റ് ചെയ്തു. നല്ലോണം ഒരു ശ്വാസം എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വരട്ടെ മുന്നോട്ട്. 1, ഇപ്പോൾ മാക്സിമത്തിലേക്ക് പോകണ്ട, ജസ്റ്റ് കാലിൽ പിടിച്ച് ഹോൾഡ് ചെയ്താൽ മതി. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, നിവർന്ന് വരാം, ബ്രീത്ത് ഔട്ട്, റിലാക്സ്.
കയ്യിലേക്ക് ഒന്ന് ചാരി ഇരുന്ന് കൊടുക്കുക. റെസ്റ്റ് ചെയ്തു. ഇനി പതുക്കെ ഒന്ന് മുട്ട് കുത്തി നിന്നേ. ശരിക്കും കാലുകൾ രണ്ടും ഒരേപോലെ വെച്ചു, കൈകൾ ഒരേപോലെ വെച്ചു, കറക്റ്റ് അളവിൽ കൈവച്ച് മുട്ട് കുത്തി നിന്നു. ക്യാറ്റ് ആൻഡ് കൗ പോസ്. ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഏകദേശം മുഴുവനും നിങ്ങളുടെ സ്പൈനിലേക്ക് ആവട്ടെ, ബാക്ക് സൈഡ്. അങ്ങനെ നിന്നിട്ട് ശരിക്ക് പതുക്കെയാണ്, ഒട്ടും തിരക്ക് കൂട്ടരുത്. ശരിക്ക് ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ തല ഉയർത്തി മുകളിലേക്ക്, നട്ടല് താഴേക്ക് വളച്ചു കൊടുക്കുക കേട്ടോ. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ തല ഉള്ളിലേക്ക് മടക്കുന്നു, താടി നെഞ്ചിലേക്ക്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. ഓക്കെ, കാല് ചേർത്ത് വെക്കുക. മുട്ടുവേദനയൊന്നും ഇല്ലെങ്കിൽ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നേരെ കാലിലേക്ക് ഇരിക്കാം, കാല് മടക്കിയിരിക്കാം, വജ്രാസനം. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ണടച്ച് വളരെ ഫോക്കസ്ഡ് ആയിട്ട് സുഖമായിട്ടിരിക്കുക. തുടക്കത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ ഇവിടെയൊക്കെ നല്ല വേദന വരും. ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ യോഗ ബ്ലോക്കുകൾ അല്ലേ, സപ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് യോഗ ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ചെയർ ഉണ്ടായിരിക്കണം. പറ്റാത്ത ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് 1-2 ടർക്കി അല്ലെങ്കിൽ ഒരു പില്ലോ ഇതൊക്കെ അടുത്ത് വെക്കണം നമ്മളെപ്പോഴും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ നല്ല വേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഒരു ടർക്കി മടക്കി കയറ്റി വെക്കുക 2 സൈഡിലും, അവിടെ നോക്കിയാവും. അതുപോലെ തൈസിൻ്റെ ഭാഗം വല്ലാതെ വണ്ണുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ കാലിങ്ങോട്ട് ചേരില്ല, പ്രത്യേകിച്ച് ലേഡീസിന്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരില്ലേ, അതിൽ തടഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മുടെ കാൽമുട്ടിലേക്കായിരിക്കും എല്ലാ പ്രഷറും പോകുന്നത്. അപ്പോൾ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് വേണം, ഇവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്, കാലടുക്കാത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു തുണി അല്ലെങ്കിൽ ഒരു പില്ലോ വെച്ചിട്ട് അവിടെ സീറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും ഒരു സമാധാനത്തോടെ പതുക്കെ തന്നെ ചെയ്തു പോകേണ്ടതുണ്ട് കേട്ടോ. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് പോവാതെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ശരീരം ഒന്ന് ലൂസായി വരുന്നതിനനുസരിച്ച് പെർഫോം ചെയ്യാം. എല്ലാം ആസനാസയിലേക്കും ഡയറക്റ്റ് പോയി ചാടരുത്. ശരീരത്തിന് മാറ്റം വരുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിന് മാറ്റം വരും. അപ്പോൾ അതിനനുസരിച്ച് ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ കുറച്ച് സമയം ഇങ്ങനെ കണ്ണടച്ച് നിവർന്നിരിക്കാം. ശരിക്കും സ്പൈൻ നിവർന്നിരിക്കട്ടെ. കൈകളൊക്കെ ഓപ്പൺ ആക്കി വെക്കാം. ദീർഘശ്വാസത്തോടു കൂടി നിവർന്നിരിക്കാം. പതുക്കെ കണ്ണ് തുറക്കുന്നു. നമ്മളിനി കൈകൾ മുന്നിലേക്ക് ഒന്ന് പതിച്ചു വെക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് കമഴ്ന്ന് കിടക്കാം മാറ്റിലേക്ക്. കൈകൾ രണ്ടും ഷോൾഡറിന് 2 സൈഡിലുമായിട്ട് വെക്കുന്നു. പതുക്കെ നമുക്ക് ഭുജംഗാസനത്തിലേക്ക് വരാം. അതായത് ഒരു പാമ്പ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എങ്ങനെയുണ്ടാവും, 2 കാലുകൾ ചേർന്ന് നിൽക്കട്ടെ. ഈ കൈയുടെ പവറിലാണ് നമ്മളിങ്ങനെ പൊന്തി വരുന്നത്. തുടക്കം ശരീരം ഒന്ന് വളച്ചു കൊടുക്കുക. തൽക്കാലം നമുക്ക് മുൻപിലേക്ക് നോക്കാം. അപ്പോൾ എൽബോ കുറച്ച് ബെൻഡിട്ടുന്നോളൂ. അതുപോലെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുക. ചെസ്റ്റ് ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കൈക്ക് ബലം കുറവുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ ഷോൾഡറിലേക്കായിരിക്കും എല്ലാ പ്രഷറും പോകുന്നത്. നമ്മൾ മനഃപൂർവ്വം എൽബോ ഒന്ന് മടക്കിയിട്ട് ആ ഷോൾഡർ എന്ന ലോഡിനെ കൈയിലേക്ക് ഒന്ന് മാറ്റി പറ്റുന്നത് പോലെ ഒന്ന് ബെൻഡ് ചെയ്ത് നിന്നുകൊണ്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. ദീർഘശ്വാസം.
ഓക്കെ, റിലാക്സ്. പതുക്കെ ഒന്ന് മാറ്റിലേക്ക് ഒന്ന് കിടക്കുക. പതുക്കെ കിടന്ന് റിലാക്സ്. ജസ്റ്റ് ഒന്ന് ഫ്ലോറിൽ ഫേസ് വെക്കുക. അതിനുശേഷം നമ്മൾ ആ കൈ കുത്തിയിട്ട് ഒന്ന് മുട്ട് കുത്തി വരിക. കാലൊക്കെ കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ശരിക്കും അരക്കെട്ട് മുകളിലേക്ക് ഒന്ന്, കാല് രണ്ടും ചേർത്ത് വെച്ചോളൂ. അരക്കെട്ട് മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് തള്ളി കൊടുക്കുക ബാക്കിലേക്ക്. ആ മാക്സിമത്തിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക അവിടെ. പതുക്കെ റിലീസ് ചെയ്യാം. റിലാക്സ്. കാലിലിരിക്കുക. ഒന്ന് റെസ്റ്റ് ചെയ്യാം നമുക്ക് കേട്ടോ. പതുക്കെ കാലിൽ നിന്നൊക്കെ ഒന്ന് മാറിയിരിക്കുക. പതുക്കെ റിലാക്സ് ചെയ്യുക. ഏറ്റവും കംഫർട്ടായ ഒരു രീതിയിലേക്ക്. എപ്പോഴും നമ്മൾ യോഗ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കുത്തി നിറച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടോ അല്ല ബെനിഫിറ്റ്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും 1-2 കാര്യങ്ങളാണെങ്കിൽ പോലും മാക്സിമം അതിൽ നിൽക്കുന്ന, അതിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ, അത് നമ്മൾ നന്നായിട്ട് ആസ്വദിക്കാൻ ശീലിക്കുക. ഒരു സമാധാനം, ഒരു സുഖം, സന്തോഷം, ഇതൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പറ്റുന്നത് പോലെ ഭംഗിയായിട്ട് ചെയ്യാതെ, അത് വളരെ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ പോലും. ഓക്കെ, ശരിക്കും നിവർന്നിരുന്നിട്ട് കണ്ണുകൾ അടച്ചു വെക്കാം. എന്നിട്ട് ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കുറച്ച് സമയം. പതുക്കെ ദീർഘശ്വാസം ചെയ്യാൻ തുടങ്ങൂ. ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക്. കുറച്ച് തവണ അങ്ങനെ ബ്രീത്ത് ചെയ്യൂ. പതുക്കെ ദീർഘശ്വാസം എടുക്കുന്നു, പതുക്കെ പുറത്ത് വിടുന്നു. ആ രീതി കുറച്ച് തവണ ആവർത്തിക്കാം. സാധാരണ ശ്വാസത്തിലേക്ക് തിരിച്ചു വരാം. വളരെ റിലാക്സ്ഡ് ആയിരിക്കാം.
ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തു വിടാം. ചുറ്റുപാടിലേക്കും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കൈകൾ ശരിക്കൊന്ന് ചൂടാക്കി നന്നായിട്ട്. എന്നിട്ട് കണ്ണിലേക്ക് ചേർത്ത് വെക്കാം. എന്നിട്ട് പതുക്കെ പതുക്കെ കണ്ണ് തുറക്കാം. നമസ്തേ. നമുക്ക് നെക്സ്റ്റ് ഡേ മുതൽ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാം. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങണം. നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ഓരോ ദിവസവും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായൊരു സമയം, എപ്പോഴും യോഗ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് കംഫർട്ടായിരിക്കണം. ഫിസിക്കലി നോക്കുകയാണെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്ക്, ഒന്ന് ഫ്രഷ് ആയിട്ട് വരിക. വളരെ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലൊന്നും യോഗ ചെയ്യാതിരിക്കുക കേട്ടോ. ഒന്ന് ഫ്രീ ആയതിനു ശേഷം യോഗയിലേക്ക് വരിക. അങ്ങനെ വളരെ കൂളായിട്ടൊരു സ്പേസിൽ ഇരുന്നിട്ട് നന്നായിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ഡേ കാണാം.